എല്ലാവർക്കും സിവിൽ ടെക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ബിൽഡിംഗ് ബൈ ലോസ് ആണ്. അതായത് നമുക്കിപ്പം ബിൽഡിംഗ് റിലേറ്റഡ് കുറച്ച് റൂൾസും കാര്യങ്ങളും അല്ലെങ്കിൽ ഡെഫിനിഷനും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ റൂൾസ് നമ്മൾ നോക്കുന്നത് നമ്മളെ തന്നെ ഈ ഒരു KMBR എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് ആ ഒരു റൂള് ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിലും അത് പെർമിഷന് കൊടുക്കുകയാണെങ്കിലും ഒക്കെ അതിലുള്ള നമ്മളിപ്പം ഓരോ ഇയർ വരുന്ന ആ ഒരു പുതിയ റൂള് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അത് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കേരള മുനിസിപ്പാലിറ്റി റൂൾസ് അതിന് ഒരു ബുക്ക് തന്നെയുണ്ട്. ഒരു 176 പേജാണ് തോന്നുന്നു. അത്രയും പേജിലുള്ളൊരു ബുക്ക് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ PDF നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാം. ഞാൻ അതിൽ തന്നെ കുറച്ച് മാക്സിമം ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുള്ള പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ PDF ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടെലിഗ്രാമിലെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് ബൈ ലോസിൻ്റെ ആ ഒരു ബുക്കിലുള്ള ഡീറ്റെയിൽസ് പഠിക്കുന്നതിൻ്റെ മുന്നേ എന്താണ് ബിൽഡിംഗ് ബൈ ലോ, അല്ലെങ്കിൽ അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ ആവശ്യം നമ്മുടെ ലൈഫിൽ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് ബിൽഡിംഗ് ബൈ ലോ? അപ്പം ബിൽഡിംഗ് ബൈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The rules and regulations framed by town planning authorities covering the requirements of buildings, ensuring safety of the public through open spaces, minimum size of room and height and area limitations are known as building by laws. അതായത് നമുക്കിപ്പം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കുറേ പരിമിതികളുണ്ട്. ഇപ്പോഴത്തെ റൂൾസ് പ്രകാരം നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പിന് ഇന്ന ഹൈറ്റ് വേണം, അതിന് ഇത്ര സ്ലോപ്പ് വേണം, അതുപോലെ തന്നെ അതിൻ്റെ ലാൻഡിങ്ങിൻ്റെത്, അപ്പം അതിൻ്റെ ഒരു ഹൈറ്റ് ഒക്കത്തിന് നമുക്ക് അത്രയും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂൾസായിട്ട് ഒരു സ്ട്രിക്റ്റായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും നമുക്ക് ഡിസ്കംഫേർട്ട് ആണെങ്കിൽ കൂടെ നമ്മളത് മാനേജ് ചെയ്യും. അത് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം എല്ലാവർക്കും ഈ സാധനം അറിഞ്ഞെന്ന് വരില്ല. ഇപ്പം എഞ്ചിനീയറിംഗ്, ഇപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിനാണെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റിയിരിക്കും, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് പഠിക്കണവർക്കും ആ ഫീൽഡിലുള്ളവർക്കും ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. നോർമലി ഒരു പുതിയതായിട്ടൊരു വീടെടുക്കണവർ ആ ഒരു ഭംഗി മാത്രമേ നോക്കുകയുള്ളൂ. അത് ഈ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള കാര്യം എല്ലാവരും ഇപ്പോൾ ചിന്തിക്കണമെന്നില്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഈ റൂൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വീടെടുക്കുമ്പം ഇതേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത് എടുത്തേ മതിയാവുള്ളൂ. ഇപ്പം ഒരു 50 റൈസ് കൊടുക്കണം സ്റ്റെപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊടുത്തേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പബ്ലിക് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഓഫീസ് സ്പേസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഹാൻഡ് റെയിൽ ഇത്ര ഹൈറ്റിൽ കൊടുക്കണം എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിൽഡിംഗ് ബൈ ലോസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബുക്ക് വെച്ചിട്ട് റെഫർ ചെയ്തിട്ട് നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൽ നോക്കാനുള്ളത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ലാർജ്ലി റെഗുലേറ്റഡ് ദ ബിൽഡിംഗ് activities should be formulated to get disciplines, growth of building and the better planned development of towns and cities. നമുക്കിപ്പം ഒരു കറക്റ്റ് ലോയും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം കറക്റ്റ് ഒരു ബെറ്റർ ആയിട്ടുള്ള സിറ്റി അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ടൗണ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഏത് രീതിയിൽ നമ്മളിപ്പം ഒരു ടൗൺ പ്ലാനിങ്ങിൽ വരുന്ന മിസ്റ്റേക്കാണ് നമ്മളിപ്പം ഒരു സ്ഥലത്ത് പോയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ജംഗ്ഷൻ ആണെങ്കിൽ ആ ജംഗ്ഷനിൽ ഫുൾ ടൈം ബ്ലോക്ക് വരിക. അതൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു റൂൾസും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് പഠിക്കാത്തത് കൊണ്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ലൈഫ് മാക്സിമം സ്മൂത്തായിട്ട് നമുക്ക് തന്നെ ബെനിഫിറ്റ് ഉണ്ടാക്കേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിൽഡിംഗ് ബൈ ലോസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ 1994 ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. മേ ബി ഇനി ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അപ്പം ബിൽഡിംഗ് ബൈ ലോസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബിൽഡിംഗ് ബൈ ലോസ് എന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ, ഇതൊക്കെ നമ്മൾ ലൈഫിൽ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് ബൈ ലോസ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമുക്ക് ഒബ്ജക്റ്റ് ഓഫ് ബിൽഡിംഗ് ബൈ ലോസ് നമുക്ക് വായിച്ചു നോക്കാം. പ്രീ പ്ലാനിങ് ഓഫ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ്, അലോ ഓർഡർലി ഗ്രോത്ത് ആൻഡ് പ്രിവെൻറ്റ് haphazard development. Provision by laws usually afford safety against fire, noise, health hazard and structure failure. Provide proper utilization of space to achieve maximum efficiency in planning. They provide health, safety and comfort to the people who live in building. Due to these bylaws, each building will have proper approaches, light, air and ventilation. അപ്പം ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഈ ബിൽഡിംഗ് ബൈ ലോൻ്റെ ഒബ്ജക്റ്റീവാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഒരു എന്താണ് ബിൽഡിംഗ് ബൈ ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കൊരു വീട്ടിൽ പ്രോപ്പറായിട്ട് ഇന്ന സ്ഥലത്ത് കൊടുക്കണം. നമ്മളിപ്പം ഈ ഒരു കന്നിമൂല അങ്ങനത്തെ ടേമൊക്കെ നമ്മൾ പണ്ടുള്ളവർ പറയുമായിരുന്നു. അത് നമ്മളിപ്പം ഒരു പ്രൊഫഷണലി വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഓരോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അതിൽ വരുമ്പം ഈ ഒരു കാറ്റിൻ്റെ ഫ്ലോൻ്റെ ആ ഒരു ഡയറക്ഷൻ അതൊക്കെയാണ് നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. ഇതൊക്കെ നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ പറയുന്നുണ്ടെങ്കിൽ കൂടെ അതിൽ കുറേ സയൻറ്റിഫിക് എഫക്റ്റ് ഉണ്ട്. അപ്പം അത് നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ഒരു വീട് നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ അതിൽ നമുക്ക് ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് പറയില്ല. ആ ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അല്ല നമുക്ക് കംഫർട്ടായിട്ട് ജീവിക്കാൻ പറ്റും. നമുക്ക് അത്ര നല്ലൊരു കണ്ടീഷൻ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടെ കറക്റ്റ് സ്റ്റെയർ കൊടുത്തില്ല, അവിടെ കറക്റ്റ് എയർ വെൻറ്റിലേഷൻ കൊടുത്തില്ല, അതൊക്കെ നമുക്കൊരു ഡിസ്കംഫേർട്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് പോയി വരുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യില്ലെങ്കിൽ കൂടെ നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം പബ്ലിക്കിന് വേണ്ടിയിട്ട് നല്ലൊരു ബെനിഫിറ്റ് കിട്ടേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് ബൈ ലോസിൻ്റെ. അപ്പം അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് സ്കോപ്പ് ഓഫ് ബിൽഡിംഗ് ബൈ ലോസ്. ആസ്പെക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഇൻ ബിൽഡിംഗ് ബൈ ലോസ്. നമ്മളിപ്പം ബിൽഡിംഗ് ബൈ ലോസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. ബിൽഡിംഗ് ഫ്രണ്ടേജ് ലൈൻ, മിനിമം പ്ലോട്ട് സൈസ്, ബിൽട്ടപ്പ് ഏരിയ ഓഫ് എ ബിൽഡിംഗ്, ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, പ്രൊവിഷൻസ് ഓഫ് സേഫ്റ്റി, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, പ്രോപ്പർ ലൈറ്റ് ആൻഡ് വെൻറ്റിലേഷൻ, റിക്വയർമെൻറ്റ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് സ്പേസ്, സൈസ് ഓഫ് സ്ട്രക്ചറൽ അലൈൻമെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ബിൽഡിംഗ് ബൈ ലോയിലുണ്ടാവും. അപ്പം ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ലോ ഫോളോ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിലുള്ളൊരു ബെനിഫിറ്റും നമുക്ക് കിട്ടാൻ സഹായിക്കും. പിന്നെ നമുക്ക് ആപ്ലിക്കബിലിറ്റി ഓഫ് ബിൽഡിംഗ് ബൈ ലോസ്. അത് നമ്മൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ന്യൂ കൺസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ആൻഡ് ആൾട്രേഷൻസ് ടു എ ബിൽഡിങ്, നമ്മളിപ്പം ഉണ്ടാക്കിയൊരു ബിൽഡിങ് എക്സ്ട്രാ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ ഈ ബിൽഡിംഗ് ബൈ ലോ ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചേഞ്ചിങ് ഓഫ് ഒക്യുപ്പൻസി ഓഫ് ബിൽഡിംഗ്, അത് നമ്മളിപ്പം റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെയൊക്കെ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ് ഈസ് അണ്ടർടേക്കൺ, നമ്മളിപ്പം ഒരു ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിനാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഡിമോളിഷൻ, നമ്മളിപ്പോൾ ഡിമോളിഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ളൊരു കറക്റ്റ് റൂൾസും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ ഒരു ടേമിലും ഈ ഒരു മേഖലയിലൊക്കെ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് ബൈ ലോൻ്റെ മെയിനായിട്ട് ആവശ്യം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബിൽഡിംഗ് ബൈ ലോ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മളിപ്പം KMBR എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ബുക്കിൽ നമുക്ക് കുറേ ചാപ്റ്റേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ഡെഫിനിഷൻസ് ആണ്. അപ്പം അതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പം ഓൾറെഡി ഇത് അറിയണവരാണെങ്കിൽ ഈ ക്ലാസ് കേൾക്കണമെന്നില്ല, അവർ സ്കിപ്പ് ചെയ്തിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ ഡെഫിനിഷൻ, ഞാനിപ്പോൾ പറയുന്ന ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾക്ക് പലർക്കും അറിയണ ഡെഫിനിഷൻ ആയിരിക്കും. എന്നാലും ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കംപ്ലീറ്റ് പറയണത്. എല്ലാ ഡെഫിനിഷൻസും എടുത്ത് പറയണില്ല, പക്ഷേ എങ്കിൽ കൂടെ അതിൽ ഓൾമോസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുള്ളതൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് മാത്രമല്ല നമ്മളെ ലൈഫിലേക്കും ഇത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം എല്ലാവരും ഇപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സൈറ്റിൽ പോകുമ്പോഴാണെങ്കിലും നമ്മളെ തന്നെ വീടെടുക്കുകയാണെങ്കിലും ഒക്കെ ആ ഒരു ടേമും കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി മെൻ്റലി ബെനിഫിറ്റ് തന്നെയാണ് തരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഡെഫിനിഷൻസൊക്കെ വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയണതാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവുക. അറിയണമെന്ന് താല്പര്യമുള്ളതാണെങ്കിൽ എന്തെങ്കിലും കേട്ടോളൂ. ഇതാണ് നമ്മളെ ഈ ഒരു KMBR ആ ബുക്കിൽ കറക്റ്റ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ് ഞാൻ ഇതിലിപ്പം എൻട്രി ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് മീൻസ് എ ക്ലിയർ അപ്രോച്ച് ടു എ പ്ലോട്ട് ഓർ എ ബിൽഡിംഗ്. ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ടേമാണ്. ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ മീനിങ് കിട്ടുകയും ചെയ്യും. നമ്മൾ ആ ഒരു ക്ലിയർ അപ്രോച്ച് ടു എ പ്ലോട്ട് ഓർ എ ബിൽഡിംഗ്, നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിലേക്കുള്ള ആ ഒരു എൻട്രൻസ്, ആ കയറി വരുന്ന ആ ഒരു ക്ലിയർ അപ്രോച്ചിനെയാണ് നമ്മൾ ആക്സസ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെക്കൻഡ് നമുക്ക് അപ്പാർട്ട്മെൻ്റ് ആണ് നോക്കാനുള്ളത്. അപ്പാർട്ട്മെൻറ്റ് മീൻസ് എ ബിൽഡിംഗ് അക്കോമഡേറ്റിംഗ് മോർ ദാൻ 2 ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. ദിസ് വേർഡ് ഈസ് സിനോണിയമസ് ടു റെസിഡൻഷ്യൽ ഫ്ലാറ്റ്. നമ്മളിപ്പം അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്വെല്ലിംഗ് യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം. ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കാൻ യൂസ് ചെയ്യണ ആ ഒരു ബിൽഡിങ്ങിനൊക്കെയാണ് നമ്മൾ ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം 2ൽ കൂടുതലുള്ള ആ ഒരു ഫ്ലോറ് വരുന്നതിനെയാണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ടും അത് സെയിമാണ്, ആ ഒരു ടേം തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പം അപ്പാർട്ട്മെൻറ്റിൻ്റെ ഞാൻ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മളിപ്പം ഒരു 19 ആ ഒരു ഇതിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഇതിനെയാണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 2 ഫ്ലോറുള്ളൊരു ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണത് തന്നെയായിരിക്കും, ജസ്റ്റ് ഞാൻ ചുമ്മാ പിക്ചർ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് തേർഡ് നോക്കാനുള്ളത് അസംബ്ലി ബിൽഡിംഗ് ആണ്. അസംബ്ലി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് എ ബിൽഡിംഗ് ഓർ എ ഫ്ലോർ ഓർ എ പാർട്ട് ഓഫ് എ ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ഗാദറിംഗ് ഓഫ് പേഴ്സൺസ് ഫോർ ദ പേർപ്പസ് ഓഫ് അമ്യൂസ്മെൻറ്റ്, ഡെലിബ്രേഷൻ ഓർ എൻ്റർടൈൻമെൻറ്റ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് മൾട്ടിപ്ലെക്സസ്. നമ്മളിപ്പം ഒന്നിൽ കൂടുതൽ കുറേ ആൾക്കാർ കൂടി ചേരുന്ന ആ ഒരു ഏരിയനെ നമ്മൾ അസംബ്ലി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം അസംബ്ലി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കുറേ അമ്യൂസ്മെൻറ്റ് പാർക്ക്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ എൻ്റർടൈൻമെൻറ്റ് പ്ലേസസ് ഇല്ലേ, അതിനൊക്കെയാണ് നമ്മളിപ്പം അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഈ മൾട്ടിപ്ലെക്സസ് ഉൾപ്പെടില്ല. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു തിയേറ്റർ പോലത്തെ അങ്ങനത്തെ ഏരിയാസ് ഇല്ല, അതിൽ നമ്മൾ അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയണില്ല. അപ്പം അത് കറക്റ്റ് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഡസ് നോട്ട് ഇൻക്ലൂഡ് മൾട്ടിപ്ലെക്സസ്. പിന്നെ നമ്മൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനത്തെ പ്ലേസസിനെയാണ് നമ്മൾ അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയണത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ബാൽക്കണി മീൻസ് എ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഇൻക്ലൂഡിങ് എ ഹാൻഡ് റെയിൽ ഓർ ബാലുസ്ട്രേഡ് ടു സെർവ് എ പാസേജ് ഓർ സിറ്റിംഗ് ഔട്ട് പ്ലേസ്. നമുക്ക് ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡ് തന്നെയാണ്. നമ്മളിപ്പം വീട്ടിൽ ആ ഒരു സിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ പ്രൊജക്ഷനായിട്ട് യൂസ് ചെയ്യണം ആ ഒരു ഏരിയനെയാണ് നമ്മൾ ബാൽക്കണി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആ ഒരു ഹാൻഡ് റെയിലോ അല്ലെങ്കിൽ ബാലുസ്റ്റേഴ്സോ ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം അതാണ് നമ്മൾ ബാൽക്കണി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോവസ്റ്റ് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് ഇൻ ദ കേസ് ഓഫ് ദ ബിൽഡിംഗ് വിത്തൗട്ട് ബേസ്മെൻറ്റ് ഫ്ലോർ ആൻഡ് ദ ഫ്ലോർ എബോവ് ദ അപ്പർ മോസ്റ്റ് ബേസ്മെൻറ്റ് ഫ്ലോർ ഇൻ ദ കേസ് ഓഫ് ബിൽഡിംഗ് വിത്ത് ബേസ്മെൻറ്റ് ഫ്ലോർസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒറ്റ ഫ്ലോർ മാത്രമുള്ളൊരു വീടാണ്. അപ്പം ഈ ഒരു ഫ്ലോറിനെയാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഈ ടേമിലും പറഞ്ഞിട്ടുള്ളത്. ദ ലോവസ്റ്റ് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് ഇൻ ദ കേസ് ഓഫ് ദ ബിൽഡിംഗ് വിത്തൗട്ട് ബേസ്മെൻറ്റ് ഫ്ലോർ. ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടിയിലേക്ക് എടുക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട് വേറെ ടേമായിട്ട് തന്നെ. അപ്പം ആ ഒരു ബേസ്മെൻറ്റ് എന്നുള്ളൊരു ടേം ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീടിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോർഷനാണ് നമ്മളിപ്പം ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോർമലി കൺസ്ട്രക്ട് ചെയ്യണ ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലണ ആ ഒരു ഏരിയ, ആ ഒരു ഫ്ലോറിന് കംപ്ലീറ്റ് നമ്മൾ പറയുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. ഇപ്പം ബേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ
ബേസ്മെൻറ്റിൻ്റെ മുകളിലത്തത്, അതായത് ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെയാണ് നമ്മളിപ്പോൾ ബേസ്മെൻറ്റ് എന്ന് പറയുക. അപ്പം അതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ഫസ്റ്റ് ഫ്ലോറിനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയും. അപ്പം ഏറ്റവും താഴത്തെ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഗ്രൗണ്ട് ഫ്ലോർ ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ബേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബേസ്മെൻറ്റിൻ്റെ മുകളിലത്തതാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പം ഇത് ഗ്രൗണ്ട് ഫ്ലോർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. പിന്നെ നമുക്ക് സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ ബേസ്മെൻറ്റ് ഫ്ലോർ മീൻസ് എനി ലോവർ സ്റ്റോറി ഓഫ് എ ബിൽഡിംഗ് പാർഷ്യലി ഓർ ഫുള്ളി ബിലോ ദ ലോവസ്റ്റ് contiguous proposed ground level, provided that the part of such story above ground level shall not exceed 75 centimeters. The word is synonymous with cellar. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബിലോ ആയിട്ടുള്ള ആ ഒരു ഏരിയനെയാണ് നമ്മൾ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഈ വേർഡ് സെല്ലാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡിനോട് നമ്മൾ സിനോണിയമസാന്ന് പറഞ്ഞല്ലോ. സെല്ലാറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവറയാണ്. നമ്മൾ പണ്ടൊക്കെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ താഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലോറിനെ നമ്മൾ നിലവറ എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരുന്നു. അപ്പം ആ ഒരു ടേം തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ബേസ്മെൻറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് ടേമിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അത് സിമ്പിളായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തെറ്റിപ്പോകരുത്. ഇവിടെ ഇപ്പം ഞാൻ ബേസ്മെൻറ്റ് ഫ്ലോറിൻ്റെത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ കാണുന്നില്ലേ, ഇതാണ് നിങ്ങളെ ഗ്രൗണ്ട് ഫ്ലോർ. ഈ ലെവലിലുള്ളതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഇതിന് താഴത്തേക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫ്ലോർ വരുന്നുണ്ട്. ഈ ഒരു ഫ്ലോറിനെ നമ്മൾ ബേസ്മെൻ്റ് എന്ന് പറയും. ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്ലോറിൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ കറക്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പം ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ, നമ്മളിപ്പോൾ ബേസ്മെൻറ്റ് എന്നൊരു സാധനം എടുത്തിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ എന്താ ബേസ്മെൻറ്റ് എന്ന് ആലോചിച്ചൊന്നും നിൽക്കാൻ പാടില്ല. അപ്പം ആ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ എന്തെങ്കിലും ഞാൻ പറയണതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാനും മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. മേ ബി എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അത് ക്ലിയർ ചെയ്തിട്ട് എടുക്കുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ റിപ്ലൈ കമൻറ്റ് ബോക്സിൽ തന്നെ തരുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ബിൽട്ടപ്പ് ഏരിയ ആണ്. ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് അറ്റ് ഓൾ ഫ്ലോർ ലെവൽസ്. അപ്പോൾ നമ്മൾ എല്ലാ ഏരിയയിലും എല്ലാ ഫ്ലോർ ലെവലിലും ഉള്ളതിനെയാണ് നമ്മൾ ആ ഒരു കവേർഡ് ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഷാൾ ഓൾസോ ഇൻക്ലൂഡ് ഏരിയ ഓഫ് മെസ്നൈൻ ഫ്ലോർ, ഗാലറീസ്, ബർസാട്ടി ആൻഡ് പെൻറ്റ് ഹൗസ് അറ്റ് ടെറസ് ലെവൽ. ഇതൊക്കെ നമ്മളിപ്പോൾ മെസ്നൈൻ ഫ്ലോർ, ഗാലറീസും ഒക്കെ നമ്മൾ ഈ ഒരു ബിൽട്ടപ്പ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ്. ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് അറ്റ് ഓൾ ഫ്ലോർ ലെവൽസ്. എല്ലാ ഫ്ലോറിലും നമ്മൾ ആ ഒരു കവേർഡ് ആയിട്ടുള്ളൊരു ഏരിയ ഏതൊക്കെയാണോ അത് കംപ്ലീറ്റ് നമ്മൾ ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം അത് ഈ ഒരു ടേം മനസ്സിലാക്കി വെക്കുക. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ബിൽട്ടപ്പ് ഏരിയ എന്താണെന്നൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് സീലിംഗ്. സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ദ ഇൻറ്റേർണൽ റൂഫ് ഓർ ലൈനിങ് ഓഫ് എനി റൂം. ഇൻ കേസ് ദർ ഈസ് നോ സച്ച് ലൈനിങ് ദ റൂഫ് മെംബ്രെയിൻ ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സീലിംഗ്. നമുക്കറിയാം, നമ്മളിപ്പം വീടുണ്ടാക്കുന്ന സമയത്ത് മുകളിൽ നമ്മൾ റൂഫ് എന്ന് പറയില്ലേ, ആ ഒരു റൂഫ് നമ്മൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ സീലിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ടേം ആയിരിക്കും, ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക. പിന്നെ ഇതാ ഞാൻ അവിടെ ഒരു സീലിങ്ങിൻ്റെ ഇതിപ്പം ട്രൂ സീലിങ്ങിൻ്റെതല്ല. ട്രൂ സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്തിട്ട് ആ ഒരു ഡയറക്റ്റ് കാണുന്നതിന് നമ്മൾ ട്രൂ സീലിംഗ് എന്ന് പറയും. ഇതിപ്പം ജിപ്സം സീലിംഗ് ഒക്കെ ചെയ്ത ഒരു സീലിങ്ങിൻ്റെ പിക്ചറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഒരു സീലിംഗ് എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ചുമ്മാ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ഇതിപ്പോൾ സീലിംഗ് ഇവിടെ നമ്മളിതിപ്പം സീലിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള ഡിസൈൻ, നമ്മളിപ്പം ഒരു ഇൻറ്റീരിയർ ചെയ്തൊരു റൂമിൻ്റെ സീലിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്.
അപ്പം പിന്നെ വേറൊരു റൂമിൻ്റെ സീലിംഗ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമ്മളൊരു വീടിൻ്റെ ഇത് ഫ്ലോറാണ് വരുന്നത്. നമുക്ക് വാള് വരും. വാള് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു നേരെ നമ്മളിപ്പോൾ കിടക്കുന്ന സമയത്ത് നേരെ കാണുന്ന ആ ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ സീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ചിമ്നി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം നോക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ അപ്രൈറ്റ് ഷാഫ്റ്റ് കണ്ടെയ്നിങ് ദ എൻകേസിങ് വൺ ഓർ മോർ ഫ്ലൂസ്. അപ്പോൾ നമ്മൾ ഈ പുകക്കുഴൽ എന്നൊക്കെയുള്ള രീതിയിൽ പറയില്ല, അതുപോലെ നമ്മൾ ആ ഒരു വീട്ടിൽ കൊടുക്കുന്ന ഈ ഒരു കുത്തനുള്ള ഈ സാധനങ്ങൾ ഞാൻ 2 എണ്ണത്തിൻ്റെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ഇതിനെയാണ് നമ്മൾ ചിമ്നീസ് എന്ന് പറയുന്നത്. അപ്പം ആർക്കും കൺഫ്യൂഷനൊന്നും ആവേണ്ട, പിക്ചർ നോക്കിയിട്ട് കറക്റ്റ് മനസ്സിലാക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പം ഇത്രേ നമുക്ക് ഈ ഒരു ടേമിനെ കൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കണുള്ളൂ. അത് മനസ്സിലാക്കി വെക്കുക. ഡെഫിനേഷനായിട്ട് കറക്റ്റ് നോക്കണമെന്നൊന്നും ഞാൻ പറയണില്ല, എന്നാലും ഈ ഒരു ടേമൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ബിൽഡിംഗ് ഇതിൻ്റെ ഡെഫിനേഷൻ ഞാനിപ്പം എക്സാം ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതും കൂടെ എടുത്തിട്ടാണ് ഞാൻ ഓരോ ഡെഫിനേഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. മേ ബി ഇത് എക്സാമിൽ ചോദിക്കാതെ ഇരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് നമുക്ക് സിലബസിൽ ബിൽഡിംഗ് ബൈ ലോസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ നമുക്ക് എന്തും ചോദിക്കാം. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടുള്ള ടേംസ് എനിക്ക് അറിയണം എന്ന് തോന്നിയ എക്സാമിനെ കൂടെ അല്ലാണ്ട് അറിയണം എന്ന് തോന്നിയ ടേമും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പം ഞാൻ ഇതിൻ്റെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അൾട്രേഷൻസ് വരുത്തിയിട്ട് എടുക്കാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് ക്ലാഡിംഗ് ആണ് നോക്കാനുള്ളത്. ക്ലാഡിംഗ് മീൻസ് ദോസ് കോമ്പോണൻറ്റ്സ് ഓഫ് എ ബിൽഡിംഗ് വിച്ച് ആർ എക്സ്പോസ്ഡ് ടു ദ ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ എൻവയോൺമെൻറ്റ് ആൻഡ് ആർ ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വിൻഡ്, വേപ്പർ ആൻഡ് ഹീറ്റ്. നമ്മളിപ്പം ക്ലാഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഏത് വീടെടുക്കുന്ന സമയത്തും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടിൻ്റെയും പുറത്ത് ക്ലാഡിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പം ഓഫീസും ആ ഒരു ബിൽഡിങ്, ഏതൊരു ബിൽഡിങ് എടുക്കുകയാണെങ്കിലും നമ്മൾ ആ ഒരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടും ഈ ഒരു ക്ലാഡിങ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ക്ലാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റോണില്ലേ അത് വെച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു വാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിയിട്ട്, അപ്പോൾ ടൈല് നമ്മൾ ഫ്ലോർ ചെയ്യണില്ല, അതുപോലെ തന്നെ ആ ഒരു ടൈല് പോലത്തെ നമ്മൾ സ്റ്റോണ് വാളിൽ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പം ആ ഒരു ടൈല് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോൺ നമ്മൾ വാളിൽ വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു ഭംഗിയിലുപരി തന്നെ നമുക്കിത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് വാളിന് കറക്റ്റ് പ്രൊട്ടക്ഷൻ, ഇപ്പം വിൻഡിൽ നിന്ന്, വേപ്പറിൽ നിന്ന്, ഹീറ്റിൽ നിന്നൊക്കെ നമ്മളെ വാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടിയിട്ട് ഈ ക്ലാഡിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം എക്സ്റ്റീരിയർ വാളിലാണെങ്കിൽ ഞാനിവിടെ പിക്ചറിൽ കാണിച്ചിരുന്ന പോലെ നമ്മൾ എക്സ്പോസ്ഡ് നമ്മളിപ്പം പുറത്ത് കാണുന്ന ആ ഒരു വാളിലേക്കായിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് കൊടുക്കുന്നത്. അത് നമ്മൾ ഭംഗി എന്നുള്ളൊരു ലെവലിൽ മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ക്ലാഡിങ് നമുക്ക് ആ ഒരു വാളിന് പ്രൊട്ടക്ഷനും കൂടെ നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഇൻറ്റീരിയറിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം വാഷ് ഏരിയയിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പം സ്റ്റോൺ ക്ലാഡിങ് ഒക്കെ ചെയ്തിട്ട് അതൊരു നമുക്കിപ്പം ആ ഒരു വേപ്പറൊക്കെ നമുക്കത് ഉണ്ടാകുന്നതെന്നും ആ ഏരിയയിലൊക്കെ നമ്മളിപ്പം ക്ലാഡിങ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കണക്റ്റഡ് ലോഡാണ്. കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടേമാണ്. അപ്പം അത് അങ്ങനെ തന്നെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. എന്നാലും ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ വായിക്കുക, മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. Connected load means sum of the maximum amount of wattage that is allocated to all applicants or owner of a building or part of a building who have sought electricity connections for the complete building or part thereof. നമ്മളിപ്പം ഈ ഒരു ഇലക്ട്രിസിറ്റി ആ ഒരു കണക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടേമാണ് കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് സം ഓഫ് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടേജ്, അത് നമ്മളിപ്പം ഈ ഒരു ബിൽഡിങ്ങിൽ കൊടുക്കുന്ന ആ ഒരു മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടേജിനെയൊക്കെയാണ് നമ്മൾ ഈ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ അങ്ങനെ മനസ്സിലാക്കാനേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ടേം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനേഷൻ വായിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിതെല്ലാം സിമ്പിളായിട്ടുള്ള ഡെഫിനേഷനാണ്, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഡെഫിനേഷൻ തന്നെയാണ്.
ബുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ബുക്ക് എടുത്ത് തന്നെ പഠിക്കുക, വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് പഠിക്കുക. അല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് തോന്നുന്നത് മാത്രം എഴുതി വെച്ചിട്ട് നോക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ടെലിഗ്രാം ചാനലിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ PDF ഇട്ട് തരുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കോർണർ പ്ലോട്ട്. കോർണർ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലോട്ട് അബട്ടിങ് 2 or more ഇൻ്റർസെക്റ്റിംഗ് സ്ട്രീറ്റ്. 2 അതിലധികമോ സ്ട്രീറ്റിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പ്ലോട്ട് നമുക്കുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ കോർണർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ പിക്ചറിൽ ഈ ഒരു ബിൽഡിങ് നിൽക്കുന്നില്ലേ, ഈ ഒരു വീട്, ആ ഒരു ഇത് നിൽക്കുന്ന ആ ഒരു ഏരിയ ആണ് നമ്മൾ കോർണർ പ്ലോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ 2 സ്ട്രീറ്റ് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു റോഡുണ്ട്, ഇവിടെ ഒരു റോഡുണ്ട്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ളൊരു പ്ലോട്ടാണ് ഈ പ്ലോട്ട്. അപ്പം ഇതിനെയാണ്, ഇങ്ങനത്തെ ഒരു ഏരിയയിൽ വരുന്ന പ്ലോട്ടിനെയാണ് നമ്മൾ കോർണർ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കോർണർ പ്ലോട്ട് മീൻസ് എ പ്ലോട്ട് അബട്ടിങ് 2 or more ഇൻ്റർസെക്റ്റിംഗ് സ്ട്രീറ്റ്സ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. കൺഫ്യൂഷൻ ആവേണ്ട. ഇതിങ്ങനെ കുറേ ഡെഫിനിഷൻ പറയണ സമയത്ത് നിങ്ങൾക്ക് മൈൻഡിലേക്ക് ടേം വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പിക്ചർ വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കോറിഡോറാണ്. കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എക്സിറ്റ് സെർവിങ് ആസ് എ പാസേജ് വേ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് സെപ്പറേറ്റ് റൂംസ് ഓർ വിത്ത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ബിൽഡിംഗ് ഓർ വിത്ത് ഡിഫറെൻറ്റ് ബിൽഡിങ്സ്. നമ്മളിപ്പം ഒരു ബിൽഡിങ്സിനെയോ അല്ലെങ്കിൽ ഓരോ റൂംസിനെയോ തമ്മിൽ ആ ഒരു കണക്റ്റ് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യണം ആ ഒരു പാസേജ് പോലത്തെ ഒരു ഏരിയ ആണ് നമ്മൾ ഈ കോറിഡോർ എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് ഇത് എന്താണെന്ന് പാസേജ് ആ ഒരു ഐഡിയ കിട്ടാതിരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാനൊരു കോറിഡോറിൻ്റെ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഒരു വലിയ പാസേജ് പോലത്തെ ഏരിയ ആണ്. ഇവിടെ നമുക്ക് റൂംസിലേക്ക്, ഓരോ റൂംസിലേക്കും എൻട്രി ഉണ്ട്. അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫ്ലാറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് നമുക്ക് റൂമിലേക്ക് എൻട്രി കിട്ടുന്നുണ്ട്. അപ്പം വലിയൊരു പാസേജ് പോലത്തെ ഒരു കോറിഡോർ എന്നാണ് നമ്മൾ അതിന് പറയുക. അങ്ങനത്തെ ഒരു ഏരിയ കൊടുത്തിട്ട് ഇതിപ്പോൾ ഒരു ഫ്ലാറ്റിന് ഇൻസൈഡാണ് നിങ്ങൾ വിചാരിക്കുക. ഇതിപ്പോൾ നിങ്ങൾ കണ്ടു, ഇവിടെ ഇപ്പോൾ നിങ്ങൾ നിന്നിട്ട് നിങ്ങളിപ്പോൾ നടന്നു പോകാമെന്ന് വിചാരിച്ചോ. ഇതിപ്പോൾ നിങ്ങളാണെന്ന് വിചാരിക്കുക. പിക്ചറൊന്നും ഞാൻ മര്യാദയ്ക്കല്ല വരച്ച്. ഇപ്പോൾ നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമിൽ കയറാം. അപ്പോൾ നിങ്ങൾ ഈ നടന്നു പോകുന്ന ആ ഒരു ഏരിയനെ നമ്മൾ ഈ കോറിഡോർ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ വായിക്കാം. കോറിഡോർ മീൻസ് ആൻ എക്സിറ്റ് സെർവിങ് ആസ് എ പാസേജ് വേ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് സെപ്പറേറ്റ് റൂംസ് ഓർ വിത്ത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ബിൽഡിംഗ് ഓർ വിത്ത് ഡിഫറെൻറ്റ് ബിൽഡിങ്സ്. നമ്മളിപ്പം ഒരു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ബിൽഡിങ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സെപ്പറേറ്റ് റൂംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിഫറൻസ് ബിൽഡിങ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യണ ആ ഒരു പാസേജ് പോലത്തെ ഏരിയനാണ് നമ്മൾ കോറിഡോർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കവേർഡ് ഏരിയ ആണ്. കവേർഡ് ഏരിയ മീൻസ് ദ ഗ്രൗണ്ട് ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് ആൻഡ് ഇറ്റ് ഈസ് സിനോണിയമസ് ടു ഏരിയ ഓഫ് എ ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ്. ഇറ്റ് ഷാൾ ഇൻക്ലൂഡ് കവേർഡ് പാർക്കിംഗ്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ സ്പേസ് കവേർഡ് ബൈ ഗാർഡൻ, റോക്കറി, വെൽ ആൻഡ് വെൽ സ്ട്രക്ചേഴ്സ്, പ്ലാന്റ്, നഴ്സറി, വാട്ടർ ടാങ്ക്, സ്വിമ്മിംഗ് പൂൾ ഇഫ് അൺകവേർഡ് ആണെങ്കിലാണ്. അതുപോലെ തന്നെ അതായത് സ്വിമ്മിംഗ് പൂളിൻ്റെ ആണ് പറഞ്ഞത്. പിന്നെ പ്ലാറ്റ്ഫോം അറൗണ്ട് എ ട്രീ, ടാങ്ക്, ഫൗണ്ടെയിൻ, ബെഞ്ച് ആൻഡ് ഡ്രെയിനേജ്, കൾവേർട്ട്, കോൺഡ്യൂട്ട്, കാഷ് പിറ്റ്, ഗള്ളി പിറ്റ്, ഡ്രെയിനേജ് ചാമ്പർ, ഗട്ടർ, പിന്നെ അതുപോലത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്പ് ആൻഡ് റാംസ് ഓൾ ഓപ്പൺ ടു സ്കൈ, കാൻഡിലിവേർഡ് കാർ പോച്ച്, കോമ്പൗണ്ട് വാൾ, ഗേറ്റ് സ്ലൈഡ്, സ്വിങ് ഏരിയ കവേർഡ് ബൈ സൺഷെയ്ഡ് ആൻഡ് അങ്ങനത്തെ കുറച്ച്. പിന്നെ സ്റ്റോർഡ് ഫുള്ളി ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. ഇതൊന്നും തന്നെ കവേർഡ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. ഞാൻ ജസ്റ്റ് ഇത് ആരെങ്കിലും ക്ലാസ് കേട്ട് എഴുതി വെച്ചിട്ടല്ലാണ്ട് ജസ്റ്റ് അങ്ങനെ കേട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ മൈൻഡിലേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഫുള്ള് വായിച്ചത്. അപ്പം എന്താണ് കവേർഡ് ഏരിയ എന്ന് മനസ്സിലായല്ലോ. കവേർഡ് ഏരിയ മീൻസ് ദ ഗ്രൗണ്ട് ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് ആണ്. അപ്പം അത് നോക്കി വെക്കുക. കവേർഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബിൽട്ടപ്പ് ഏരിയ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്.
അപ്പം അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കവറേജ് ആണ്. കവറേജ് മീൻസ് ദ പെർസെൻറ്റേജ് ഓഫ് കവേർഡ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ദ പ്ലോട്ട് ഏരിയ. അതായത് നമ്മൾ കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് കവേർഡ് ഏരിയ ടു ദ പ്ലോട്ട് ഏരിയ ആണ് നമ്മൾ ആ ഒരു കവറേജ് എന്ന് പറയുന്നത്. അത് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഡ്വെല്ലിംഗ് യൂണിറ്റ്. ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്താണെന്ന് ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ ഒന്നുകൂടി വായിക്കാം. Dwelling unit means a room or suites of rooms designed and intended for habitation by an individual or household in which facilities for cooking may or may not be provided. അതാണ് നമ്മൾ ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ഓർ സ്യൂട്ട്സ് റൂംസ് ഡിസൈൻഡ് ആൻഡ് ഇൻറ്റൻഡഡ് ഫോർ ഹാബിറ്റേഷൻ ബൈ ആൻ ഇൻഡിവിജ്വൽസ് ഓർ ഹൗസ് ഹോൾഡ്സ്. ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രൊവൈഡ് ചെയ്യണ ആ ഒരു റൂം അല്ലെങ്കിൽ സ്യൂട്ട്സ് ഒക്കെ നമ്മൾ ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം അവിടെ നമുക്ക് കുക്കിംഗ് ഫെസിലിറ്റീസും ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പം അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് എസ്കലേറ്റേഴ്സ് ആണ് നോക്കാനുള്ളത്. എസ്കലേറ്റേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം തന്നെയാണ്, നമുക്ക് എക്സാമിന് ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എസ്കലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. എസ്കലേറ്റർ മീൻസ് എ മൂവിങ് സ്റ്റെയർകേസ് കൺസിസ്റ്റിംഗ് ഓഫ് എ എൻഡ്ലെസ് circulating belt of steps driven by a motor which convey people between floors of a building. ഈ ബെൽറ്റൊക്കെ കണക്ട് ചെയ്തിട്ട് ഈ മോട്ടോർ ത്രൂ നമുക്കിപ്പം ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ മാളിൽ പോവുകയാണെങ്കിലും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ എസ്കലേറ്റർ എല്ലാ സ്ഥലത്തും ഇപ്പം വിസിബിളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് തെറ്റിക്കാൻ പാടില്ല. കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു ടേമാണ്. അങ്ങനത്തെ ടേം നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ നെഗറ്റീവ് ആവുകയുള്ളൂ. അപ്പം എസ്കലേറ്റർ ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡെഫിനിഷനിൽ പറഞ്ഞില്ലേ, അപ്പം അതുപോലൊരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ എസ്കലേറ്റർ. അപ്പം എസ്കലേറ്ററിൻ്റെ ആ ഒരു ടേം മനസ്സിലാക്കി വെക്കുക. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ആണ്. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പണ്ട് ഫ്ലോർ ഏരിയ റേഷ്യോ പഠിച്ചില്ലേ, അത് തന്നെയാണ് ഈ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടേം മാറിയെന്നേ ഉള്ളൂ. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് മീൻസ് ദ ക്വോഷ്യൻ്റ് obtained by the dividing the total built up area by the area of the plot. നമ്മളിപ്പം ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ ബൈ ദ ഏരിയ ഓഫ് ദ പ്ലോട്ട്, അതാണ് നമ്മളെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. അല്ലെങ്കിൽ ഇതിന് നമ്മൾ സിനോണിയമസ് ടു ഫ്ലോർ ഏരിയ റേഷ്യോ ആണ്. പക്ഷേ ഇപ്പം നമ്മൾ പഠിക്കേണ്ടത് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ആണ്. ഫ്ലോർ ഏരിയ റേഷ്യോ എന്നുള്ളൊരു ടേം നമുക്കിപ്പോൾ മാറിയിട്ടുണ്ട്. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ആണ് നമ്മളിനി മനസ്സിലാക്കി വെക്കേണ്ടത്. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം തന്നെയാണ്. ഓൾമോസ്റ്റ് എക്സാമിനും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ വരുന്ന ജനുവരി 8 വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് സിലബസിൽ തന്നെ ബിൽഡിംഗ് ബൈ ലോ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും മനസ്സിലാക്കി വെക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡെഫിനിഷൻസ് നമുക്ക് കുറേ നോക്കാനുണ്ട്. ഒരുപാട് ഡെഫിനിഷൻസ് ഞാൻ നോക്കിയിട്ട് അതിൽ സോർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്ലാസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ സോർട്ട് ചെയ്ത് സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരുപാട് ഡെഫിനിഷൻസ് വന്നു. എനിക്കിതൊക്കെ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചിലപ്പം ഇതിൽ കംപ്ലീറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുള്ള ടേമൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇത് എക്സാമിന് ചോദിക്കുകയും ചെയ്യാം. കാരണം ബിൽഡിംഗ് ബൈ ലോയിൽ ആഡ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്, നമുക്ക് ആവശ്യമുള്ള ഡെഫിനിഷൻസും ആണ്. അപ്പം എന്തായാലും നിങ്ങളത് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാക്കുക. അറിയുന്നവരുണ്ടെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്ത് പോവുക, അങ്ങനെ ഞാൻ പറയുള്ളൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് ഞാൻ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇടുന്നതാണ്. അപ്പം ബിൽഡിംഗ് ബൈ ലോസിൻ്റെത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്താണ്ട് കംപ്ലീറ്റ് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്താമെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മാക്സിമം പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഈ ക്ലാസ് കറക്റ്റ് നോക്കുക, ഡെഫിനിഷൻസൊക്കെ കറക്റ്റ് നോക്കുക.
ഇത് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചിലപ്പം എനിക്ക് തോന്നായിട്ടാണെന്ന് അറിയില്ല. എന്നാലും നിങ്ങൾക്കിപ്പം അതിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബിൽഡിംഗ് ബൈ ലോ നമുക്ക് ഇപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്കിപ്പം എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലാണെങ്കിലും ഈ ഒരു ടേമൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ടേംസ് തന്നെയാണ്. അപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ടേം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. പിക്ചർ ഞാൻ മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എന്തായാലും ഈ ഒരു ഡെഫിനിഷൻ്റെ ടേം തന്നെ ഞാൻ കണ്ടിന്യൂഷനായിട്ട് ഇടുന്നതായിരിക്കും. ലാസ്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ബിൽഡിംഗ് ബൈ ലോസിൻ്റെ മൊത്തം ക്ലാസ് കഴിഞ്ഞിട്ടും അതിന് ഒരു 2-3 അല്ലെങ്കിൽ ഒറ്റ ക്ലാസ്സോ ആക്കിയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റണുണ്ടോ അത് നോക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ക്ലാസ് ഞാൻ ആഡ് ചെയ്യുക. അപ്പം ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ഇടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ PDF വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിൻ്റെ സ്ലൈഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സിവിൽ ടെക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഞാൻ ടെലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.